അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനിയാണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പം തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സത്യക്കേട് കാണിക്കരുത്. അപ്പം ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പം കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡയിലാണ് കല്യാണം കഴിച്ചത്, അതാ PR ആണോ കല്യാണം കഴിച്ചത്? എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊഴിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. കാര്യം ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം